ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് ഈ ബിഗിനേഴ്സിന് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളത് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെ ചാനൽ സ്മാർട്ട് ഫോണിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് മേലെ കാണുന്ന നമ്മുടെ ഇൻഫോയിലൊന്ന് ടച്ച് ചെയ്തെടുക്കുക. അതിൽ മാനേജ് അക്കൗണ്ട് എന്നുണ്ടാവും. അതിൽ ന്യൂ അക്കൗണ്ടിൻ്റെ പ്ലസ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തത് ഇതുപോലെ വരും. ഇനി ഗൂഗിൾക്ക് ലോഗോ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ചുറ്റും ഇൻഫോ എന്ന് പറഞ്ഞത് പോലെ നമുക്ക് ഇറങ്ങും. പിന്നെ നമ്മളിവിടെ ഇതിൽ ഫോൺ നമ്പറോ ഇമെയിലോ ആദ്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പുതിയ ചാനൽ വെറുതെ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിമാണ് അവിടെ വന്നത്. നമ്മളത് വേറെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് ലാസ്റ്റ് നെയിമും കൊടുക്കുക. നമുക്ക് ആ നെക്സ്റ്റ് എന്ന ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ ഡേയും മന്തും ഇയറും ജെൻഡറും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചാനലിൻ്റെ നെയിം ഓപ്ഷണലായിട്ട് കുറേ വരും. നമുക്ക് ഏത് നെയിമാണ് വേണ്ടതെന്ന് ചാനലിൽ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനത് ഇതിൽ ശരിക്ക് കാണിക്കുന്നില്ല. ശരിക്കും കാണിക്കുന്ന കാരണമാണ് പാസ്വേഡ് ഞാൻ വെറുതെ ഒരു പാസ്വേഡ് കൊടുത്തിരിക്കുകയാണ്. വെറുതെ ഉണ്ടാക്കിയ ചാനലാണ്, കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചാനലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരും. ഗൂഗിളിൽ ആഡ് ഫോൺ നമ്പർ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് യെസ് ഐ ആം ഇൻ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ പ്രൈവസി ആൻഡ് ടേംസ് ഒക്കെ വരും. അതൊക്കെ വായിച്ച് നോക്കിയ ശേഷം ഐ എഗ്രി എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൂഗിൾ സർവീസ് വരും. അതിലൊക്കെ ഇങ്ങനെ ലോഗ് ചെയ്ത് നമ്മുടെ ചാനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കിതിൽ പ്രൊഫൈലൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഇതുപോലെ വരും. ഇതിൻ്റെ ആദ്യത്തെ ചാനൽസൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ നേരത്തെ ബട്ടണിലൊന്ന് അമർത്തി കൊടുത്താൽ ക്രിയേറ്റ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതുപോലെ യുവർ ചാനൽ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ പുതിയ ചാനൽ അവിടെ ആക്റ്റീവായി. അതുകൊണ്ടുള്ളതായാലും പുതിയ ചാനൽ വന്നു. ഇനി നമുക്കിതിന് പ്രൊഫൈൽ ഫോട്ടോ അതുപോലുള്ളതൊക്കെ വെക്കാനും പിന്നെ ഇതിൻ്റെ എല്ലാ ടേംസും ഒക്കെ വായിച്ചറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോകണം. അതിന് വേണ്ടിയിട്ട് മാനേജ് യുവർ അക്കൗണ്ട്സ് എന്ന് ഉള്ളൊരു നീല ഇത് കാണും. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നേരെ ഗൂഗിളിൽ പോയി ലോഡാകും. അപ്പോൾ നമ്മൾ എല്ലാ അക്കൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ലഭിക്കും. അതാ കണ്ടില്ലേ, ആ ചാനലിൻ്റെ എല്ലാ ഇതും ഈ പേഴ്സണൽ ഇൻഫോ എടുത്താൽ അതിൽ നമുക്ക് പ്രൊഫൈൽ പിക്കൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ക്യാമറയുടെ ഒരു ചിഹ്നം കണ്ടില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ. അപ്പോൾ സെറ്റ് ഫോട്ടോ ചൂസ് ഫോട്ടോ എന്ന് വരും. അപ്പോൾ ചൂസ് ഫോട്ടോ എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂസ് ഫോട്ടോ എന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാലറിയിൽ പോയിട്ട് അതുപോലെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പ്രൊഫൈലാണ് ഞാൻ കഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ബ്ലാക്ക് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ വിസിറ്റിംഗ് പ്രൊഫൈൽ ഫോട്ടോ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്.
ഇതുപോലെ പ്രൊഫൈൽ ഫോട്ടോ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാനലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ കിട്ടും. നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിൽ ഇങ്ങനെ കയറിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഹെൽപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. ചാനലിനെ പറ്റി ടേംസും അതിൻ്റെ ടൈമിലും ലൊക്കേഷനും എല്ലാം ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അനുസരിച്ച് നോക്കിയാൽ മതി. ചാനലിനെ കുറിച്ചുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തരും. അപ്പോൾ പ്രൈവസി, പ്രൊഫഷണൽ അങ്ങനെ എല്ലാതും ഉണ്ട്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. ഉപകാരമായ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.